ഒരു പുലിയെ വിളിച്ചോട്ടെ. തൃശ്ശൂരിന്റെ മറ്റൊരു പുലി. ഇത് പുലിഗടി. പുലിഗടി ആർഭാടത്തിലാണല്ലോ. തൃശ്ശൂരല്ലേ, കുറയ്ക്കാൻ പറ്റുമോ? എങ്ങനെയാണ് പുലികളി? പുലികളി അടിപൊളിയല്ലേ? പുലികളിയല്ല, പുലിക്കളി. പുലിക്കളി പുലികളി നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ തൃശ്ശൂർക്കാർ പറയും പുലിക്കളി. എല്ലാത്തിനും ഇരട്ടിപ്പുണ്ട്. അതെ. ഇത് തൃശ്ശൂർ പൂരം പോലെ തന്നെ ഒരു മറ്റൊരു ആഘോഷമാണ് തൃശ്ശൂർ. പൂരം വേറെ, പുലിക്കളി വേറെ. അതുപോലെ തന്നെ ഉള്ള അതുപോലെ എല്ലാം വേറെ വേറെയാ. പുലിക്കളി വേറെ. രണ്ടിന്റെയും താളവും മേളവും എല്ലാം രണ്ട് വ്യത്യാസമാണ്. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസിക്കലാണ്, ഇതെന്ന് വെച്ചാൽ പ്രാചീനമായ മേളാണ്. ഇതിൽ തുള്ളാത്തവർ തുള്ളും. ഏത് ഈ മേളം കേട്ട് കഴിഞ്ഞാൽ സാധാരണക്കാരന് തുള്ളുന്ന മേളാണ് ഈ മേളം. നേരത്തെ നമ്മുടെ രാജമിനിസ്റ്ററെ 4 ചുവട് വെച്ചായിരുന്നു. ആ ചുവട് ഞാൻ വെച്ച് കഴിഞ്ഞതാ. എന്നാലും നമ്മൾ ഒരു ചുവട് മുന്നിൽ നിൽക്കണം. അതെ, വേണ്ട, നമ്മൾ ഒരു ചുവട് ഇപ്പൊ പറയില്ല. പുലികളി അടിപൊളിയാണ്. നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ ശങ്കരൻകുളങ്ങര അയ്യന്തോളം കണ്ടു. ഇനി ഞങ്ങളുടെ ഇവിടുത്തെ വിയൂർ ടീമിനെ കണ്ടോ? വിയൂറിനെ കാണണം. വിയൂർ കഴിഞ്ഞ തവണ സമ്മാനം അടിച്ചല്ലേ? ഞാൻ വിയൂരിന്റെ രക്ഷാധികാരിയാ. നമ്മൾ ഇത്തവണ 9 ടീമിനെ ഒരേപോലെ പ്രോത്സാഹിപ്പിച്ചോണ്ടിരിക്കുക. ഞാൻ 9 ടീമിന്റെ ആളാണ്. അവിടുത്തെ രക്ഷാധികാരി അവിടെ മാത്രമല്ല, ബാക്കി എല്ലാ ടീമിന്റെ ആള് നമ്മള് സ്റ്റെപ്പ് എന്നോട് ഇടിക്കണ. വേണ്ട, സ്റ്റെപ്പ് ഇടിക്കരുത്. അല്ല, എന്തായാലും നിങ്ങള് റിപ്പോർട്ടറെ തകർത്തുകൊണ്ടിരിക്കില്ലേ? ആരൊക്കെ ഉണ്ട് ഇവിടെ? ഇവിടെ എല്ലാരും ഉണ്ട്. ദീപക് മലയുണ്ട്, ജെയ്സൺ വന്നോണ്ടിരിക്കുക. എല്ലാവർക്കും ഈ ഉടുപ്പെടുത്തു കൊടുത്ത് അതിലുണ്ട് വരെയാണോ? ശരി, കളർ കോഡിലായിക്കോട്ടെ കരുതി. ഗംഭീരാവട്ടെ. എന്തായാലും ഇത് മാത്രം വ്യത്യാസമായി. ചോപ്പായി. ചോപ്പ് വേണ്ടേ? ചോപ്പാണ് വേണ്ടത്. ഇതൊരു ചോക്കണം. ആ ചോക്കും അടിപൊളിയാണല്ലോ. ഓക്കെ, അടിപൊളിയാണ്. അപ്പൊ നമ്മുടെ ഗഡി സുനിലേട്ടർ ഇതാ എത്തിക്കഴിഞ്ഞു. സുനിലേട്ടർ ഉണ്ട് ഇനിയിപ്പോ അങ്ങോട്ടെ. വിയൂരിന്റെ രക്ഷാധികാരിയാണ്. വിയൂർ നമുക്ക് നോക്കാം. ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂർ പൂരം വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ പുലിക്കളി വന്നു കഴിഞ്ഞാൽ, സുനിലേട്ടൻ, രാജൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മേയർ, അങ്ങനെ ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരെല്ലാവരും എന്ത് തിരക്കുണ്ടെങ്കിലും ഇവിടെ എത്തും. നമ്മുടെ സുരേഷേട്ടൻ പ്രധാനമന്ത്രി വിളിച്ചിട്ട് പോയതാട്ടോ. ഏത് തിരക്കാണ്. അതായത് നമ്മളിപ്പോ എവിടെയാണെന്നുള്ളല്ല പ്രശ്നം, ഇവിടെ എത്താന്നുള്ളതാണ് പ്രശ്നം. നമ്മളിവിടെ എത്തിയിരിക്കും. ദേവേന്ദ്രന്റെ ഒപ്പം മുത്തുപട്ടറി വിളിച്ചാലും നമ്മൾ ഇവിടെ തന്നെ എത്തും. സുരേഷ് ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഫുള്ള് ലൈവ് ആയിരിക്കും. നമ്മൾ റിസൾട്ട് വരുമ്പോൾ ഇവിടെ കാണണം. ആരോട് പറഞ്ഞോ? ഓണത്തിനുള്ള സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞോ? സമ്മാനം കിട്ടി. ഒരു കിറ്റ് കിട്ടി, ഉപ്പേരി എല്ലാം കിട്ടി. പിന്നെന്തൊരു ശർക്കര വരട്ടി, ചെണ്ട കൊടുത്ത ചെണ്ട. അത് പൂരത്തിന്റെ ഒരു ഓർമ്മയ്ക്ക്. ശരി, ഓക്കെ. എന്തായാലും നമ്മുടെ തൃശ്ശൂരിലെ മുൻ മന്ത്രി, അതുപോലെ തന്നെ VS സുനിൽകുമാറാണ് നമ്മളോടൊപ്പം ചേർന്നത്. എന്തായാലും വലിയ ആവേശമാണ്. ഈ ആവേശമാണ് തൃശ്ശൂരിനെ വ്യത്യസ്തമാക്കുന്നത്. തൃശ്ശൂരാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാവരും ചേർന്നുള്ള രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു ആവേശമാണ്. അപ്പൊ ആവേശം ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് തുടരുകയാണ്. ഇനിയിപ്പോ അടുത്ത ദേശം വരാറായോ? നമ്മൾ ഈ വരാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്.